വർത്തമാന പത്രങ്ങൾ കാണുമ്പോൾ ഒരിടത്ത് ആശ്വാസമാണ്. സുനിത വില്യംസ് തിരികെ എത്തി. മറുവശത്ത് വേദനയാണ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തിലും ഇസ്രായേൽ ഗാസയിൽ വീണ്ടും കൂട്ടക്കൊലയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം അരുങ്കൊല ചെയ്യുന്നതിനെതിരെ ലോകത്തിൻ്റെ മനസാക്ഷി ഉണരണം, പ്രാർത്ഥിക്കണം. സാർ, ഇവിടെ ഇന്നത്തെ പത്രത്തിനകത്ത് തന്നെയുണ്ട്. ഈ തിരുവനന്തപുരത്തെ കളക്ട്രേറ്റിലെ ഇന്നലെ തേനീച്ച കൂടളവി കളക്ടറെയും സബ് കളക്ടറെ അടക്കം കുത്തി, എല്ലാവരും ഓടി. അപ്പോൾ ആ കളക്ടറുടെ ഒരു പ്രസ്താവനയുണ്ട്, 3 മാസമായിട്ട് ഇത് ഇവിടുന്ന് മാറ്റണമെന്ന് വനം വകുപ്പിനോട് പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല എന്ന്. ഈ കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് മാറ്റാൻ പോലും 3 മാസം ഒരു കളക്ടർ പറഞ്ഞിട്ട് പോലും നടപടി എടുക്കാത്ത സർക്കാരിന്റെ ബില്ലിനെ എന്തിനാണ് സാർ പിന്തുണയ്ക്കേണ്ടത്? ഇത് ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ കഴിവുകേടിന്റെ ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പ് നിൽക്കുകയാണ്. ഈ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നു, പ്രതിപക്ഷം ബജറ്റിനെ വിമർശിക്കുന്നു, പ്രതിപക്ഷം മര്യാദ കാണിക്കുന്നില്ല എന്നൊക്കെ ഞാൻ രാവിലെ മുതൽ കേൾക്കാണ് സാർ. സാറ്, ഞാൻ ഈ സഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ 2015 മാർച്ച് 13 KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സഭയിൽ പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. അതിന്റെ തലേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, വേണമെങ്കിൽ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചോ, എന്നാലും മാണിയെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഈ സഭയിൽ സാർ ഒരുപാട് വർഷങ്ങളിൽ പ്രവർത്തിക്കാൻ ജനം അവസരം തന്നു. ആദ്യമായി ഈ സഭയിൽ കിടന്നുറങ്ങിയത് അന്നായിരുന്നു സാർ, 12 രാത്രി. കാരണം പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഈ കടന്നു വരുന്ന കവാടങ്ങൾ പ്രതിപക്ഷത്തിന്റെ MLA മാർ ഉപരോധിക്കും. അപ്പോൾ KM മാണിക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരായ MLA മാർ ഈ കവാടങ്ങളുടെ അടുത്ത് തന്നെ കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഇതിനകത്ത് തന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ഇവിടെ വന്നു. സാർ, 9 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കണമായിരുന്നു. 8:45 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്പീക്കറുടെ അടുത്ത് ചെന്നിട്ട് ഒരു കത്ത് കൊടുത്തു. അവിടെ ഇവിടെ ശ്രീ K. രാജൻ ഇരിക്കുന്ന 3ാമത്തെ സീറ്റ് അന്ന് മാണി സാറിന്റെ സീറ്റാണ്. അദ്ദേഹം സ്പീക്കറോട് പറഞ്ഞു, ഈ സീറ്റുകൾ പരസ്പരം ഒന്ന് മാറ്റണം. CN ബാലകൃഷ്ണന്റെ സീറ്റിലേക്ക് KM മാണിയെയും CN ബാലകൃഷ്ണനെ ഇങ്ങോട്ടും മാറ്റണം. മാണി സാറ് വന്നാൽ അദ്ദേഹത്തിന്റെ ബജറ്റ് വലിച്ചു കയറി കളയാൻ ഒരു സ്ക്വാഡിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു ബുദ്ധിയോടെ കാണിച്ചു. സീറ്റ് പരസ്പരം മാറ്റി സ്പീക്കർ ഉത്തരവിറക്കിയെങ്കിലും ആ പ്രസംഗ പീഠം അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഇവർ കരുതി അവിടെയാണ് മാണി സാർ വരാൻ പോകുന്നത്. പക്ഷേ മാണി സാറിന്റെ ഒപ്പം നടന്ന്, മാണി സാർ തലേ ദിവസം ഇവിടെ ഒന്ന് കിടക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നു. CN ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് വന്നത്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇരിക്കുന്ന ആ സീറ്റിൽ വന്ന് അദ്ദേഹം ബജറ്റ് വായിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും, സാർ, അങ്ങ് ഇപ്പോൾ ഇരിക്കുന്ന ആ കസേര, ഇപ്പോൾ അവിടെ താടിക്ക് കൈകൊടുത്തിരിക്കുന്ന ജലീലും EP ജയരാജൻ അടക്കമുള്ളവർ ഇതുവഴി താഴേക്കെറിഞ്ഞു. ആ കമ്പ്യൂട്ടർ തകർത്തു. ഇതിലെ കൂടെ എല്ലാം അന്നത്തെ പ്രതിപക്ഷ MLA മാർ ഇതിന്റെ മേളിൽ കൂടെ പറന്ന് നടക്കുകയായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നതിലൊന്നും പ്രസക്തിയില്ല. സാറ്, അന്ന് സ്പീക്കർക്ക് അകത്തേക്ക് കയറാൻ പ്രയാസമായിരുന്നു. ശക്തൻ അതേ ഒരു വിധത്തിൽ വന്നു. അദ്ദേഹം മാണി സാറിനോട് ബജറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞു. മാണി സാർ ബജറ്റ് അവതരിപ്പിച്ചു, കുറച്ചു നേരം വായിച്ചു, പിന്നെ മേശപ്പുറത്ത് വെച്ചു. സാർ, ഇങ്ങനെയെല്ലാം ചെയ്ത നിങ്ങൾ എന്തിനെക്കുറിച്ച് ഞങ്ങളോട് ഉപദേശിച്ചാലും പ്രതിപക്ഷ പ്രവർത്തനം എങ്ങനെയാകണം എന്ന കാര്യത്തിൽ മാത്രം ഉപദേശിച്ച് ഞങ്ങളെ ക്ഷീണിപ്പിക്കരുത്. അത് കേൾക്കാനുള്ള കരുത്തില്ല സാർ. നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ പ്രതിപക്ഷ പ്രവർത്തനം നടത്തണം എന്ന് ഉപദേശിക്കുന്നത് കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല സാർ, ത്രാണിയില്ല സാർ. സാർ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രതിപക്ഷത്തിന്റെ ചെറിയ വിമർശനം പോലും ഇവരിപ്പോൾ സഹിക്കണില്ല സാർ. അത് പറയുമ്പോഴത്തേക്ക് അവിടെ ഡൽഹിയിൽ കുറെ ആൾക്കാരുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹി, കേരള സർക്കാരിനെ വിമർശിച്ചാൽ കേരളദ്രോഹി. സാർ, ഇവിടെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോ പറയാണ് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല, ഞങ്ങൾ നമ്പർ 1 ആണ്, അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആശയേറ്റ ആശാ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് നടയിൽ നിരന്ന് നിന്ന് പാടണം നമ്പർ 1 കേരളം. ഇവിടെ ഉദ്യോഗം കിട്ടാത്ത ഉദ്യോഗാർത്ഥി ശയന പ്രദർശനം ചെയ്യുന്ന ഉരുളുന്നതിന്റെ ഇടയിൽ ഉരുകി പാടണം നമ്പർ 1. മരുന്ന് കിട്ടാതെ വലയുന്ന രോഗി എല്ലാം മറന്നു പാടണം നമ്പർ 1 കേരളം. പെൻഷൻ കിട്ടാത്ത അംഗനവാടി വർക്കർ, നിർമ്മാണ തൊഴിലാളി നിർവികാരനായി നിന്ന് പാടണം നമ്പർ 1 കേരളം. ജോലിയില്ലാത്ത കശുവണ്ടി തൊഴിലാളി, കയറ് തൊഴിലാളി, കൈത്തറി തൊഴിലാളി, ഖാദി തൊഴിലാളി, അവരെല്ലാം പാടണം നമ്പർ 1 കേരളം. നെല്ലിന് കാശ് കിട്ടാത്ത കർഷകർ, റബ്ബറിന് വിലയില്ലാത്ത കർഷകർ നെഞ്ചും പൊട്ടി പാടണം നമ്പർ 1 കേരളം. ശമ്പളം കിട്ടാത്ത പാചക തൊഴിലാളി ശപിച്ചുകൊണ്ട് പാടണം നമ്പർ 1 കേരളം. DA കിട്ടാത്ത ജീവനക്കാർ ഡീറ്റെയിൽ ആയിട്ട് പാടണം നമ്പർ 1 കേരളം. ഗ്രാൻസ് കിട്ടാത്ത കുട്ടികൾ ഈണത്തിൽ പാടണം, സ്കോളർഷിപ്പ് കിട്ടാത്ത കുട്ടികൾ ഓളത്തിൽ പാടണം നമ്പർ 1 കേരളം. അങ്ങനെ കുടിശ്ശികയുള്ള കരാറുകാരൻ, KSRTCയിലെ പെൻഷൻകാരൻ, റേഷൻ കട വ്യാപാരി, വന്യമൃഗപ്പേടിയിൽ കഴിയുന്നവർ എല്ലാവരും പാടണം നമ്പർ 1 കേരളം. മനസ്സില്ല സാർ, മനസ്സില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇന്ന് മുതൽ ഒരു പുതിയ സാധനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി
ശരിയാണ്, അദ്ദേഹം പറഞ്ഞു പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് സാർ പറഞ്ഞത്? തെലങ്കാനയിലെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് പൊതുഗതാഗതം സൗജന്യമാക്കി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അത് നടപ്പിലാക്കി. 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ 30,000 കോടി രൂപ മാറ്റിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സാർ, 1 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രം പാലിക്കാൻ 50,000 കോടി ചെലവഴിക്കേണ്ടി വന്ന ഒരു ഗവൺമെന്റ്, നിങ്ങൾ പറയുന്നത് പോലെ കേന്ദ്രം വീർപ്പ് മുട്ടിക്കുന്ന ഗവൺമെന്റ്. ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഡെവല്യൂഷൻ സ്റ്റേറ്റുകൾക്ക് സെൻട്രൽ വിഹിതത്തെ സംബന്ധിച്ചിട്ട് സിദ്ധാരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും VD സതീശനും ഒരു നിലപാടേ ഉള്ളൂ സാർ. അത് രാഹുൽ ഗാന്ധിയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ, കോൺഗ്രസിന്റെ നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ VD സതീശൻ 16ാം കമ്മീഷനുമായി ബന്ധപ്പെട്ട അവരിവിടെ കേരളത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ നിവേദനം കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്? ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്നത്? പക്ഷേ ഞാൻ പറയുന്നത്, ഇതിൽ 50,000 കോടി 1 കൊല്ലം കൊണ്ട് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ കെട്ടിട നികുതി കൂട്ടിയ, ഭൂനികുതി കൂട്ടിയ, കറണ്ട് ചാർജ് കൂട്ടിയ, വെള്ളക്കരം കൂട്ടിയ, അല്ലേ, ബസ് ചാർജ് കൂട്ടിയ, പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തിയ, അവിടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോരുത് സാർ, അത് ശരിയാവില്ല സാർ. സാർ, അതുകൊണ്ട് സാർ ഇവിടെ വിഴിഞ്ഞത്തെ കുറിച്ച് പറയുന്നത് കേട്ടു സാർ. സാർ, വിഴിഞ്ഞം ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടു, ഉമ്മൻചാണ്ടി വന്ന് കല്ലിട്ടാൽ വിഴിഞ്ഞമാകുമെന്നാണ് ചോദിച്ചത് സാർ. സാർ, കല്ലിട്ടത് മാത്രമല്ല സാർ, ആ പരിസ്ഥിതി അനുവാദത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചത് ഏത് സർക്കാരാണ് സാർ? പരിസ്ഥിതി അനുവാദം വാങ്ങിയെടുത്തത് ഏത് സർക്കാരാണ് സാർ? കൺസൾട്ടൻസിയെ നിയോഗിച്ചത് ഏത് സർക്കാരായിരുന്നു സാർ? ആർക്കിടെക്ചറൽ ഡിസൈൻസ് തയ്യാറാക്കിയത് ഏത് സർക്കാരായിരുന്നു സാർ? ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത് ഏത് സർക്കാരായിരുന്നു സാർ? ആ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്ത കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് ഏത് സർക്കാരായിരുന്നു സാർ? ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണവും തുടങ്ങിയത് ഏത് സർക്കാരായിരുന്നു സാർ? അവിടെ ഭൂമി ഏറ്റെടുത്തത് ഏത് സർക്കാരായിരുന്നു സാർ? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നഷ്ടപരിഹാര പാക്കേജ് 380 കോടി അനുവദിച്ച് നടപ്പിലാക്കിയത് ഏത് സർക്കാരായിരുന്നു സാർ? 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നൊരു ബോർഡ് വെച്ച് അതുമായി മുന്നോട്ട് പോയത് ഏത് സർക്കാരായിരുന്നു സാർ? ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരുന്നു സാർ. അല്ലാതെ ഒരു കല്ലിട്ടിട്ട് മാറിപ്പോയിരുന്നതല്ല സാർ. അപ്പൊ വികസനം തുടർച്ചയാണ്. ഇപ്പൊ നിങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും അടുത്ത സർക്കാർ ഞങ്ങളുടെ വരാൻ പോവുകയല്ലേ, ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇത് വികസനം തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ല സാർ. പിന്നെ ഞാൻ ഇവിടെ ചോദിക്കുന്നത് കേട്ടു, 1000 രൂപ അല്ലേ? ശ്രീ ആൻസലൻ ഒരു വാചകം ഉപയോഗിച്ചു, ഞാൻ അൺപാർലമെന്ററിയാണ് പറയുന്നില്ല. ഉമ്മൻചാണ്ടി 1000 രേഖയിലുണ്ട്, പരിശോധിച്ചാൽ മതി, ഞാനത് പറയുന്നില്ല സാർ. ഇവിടെ ഈ പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഹിറ്റായിരുന്നു, ഇപ്പോൾ OTT വന്നിട്ടുണ്ട്, അങ്ങേക്കും കാണാം. ബേസിലിന്റെ ഗംഭീര കഥാപാത്രമാണ്. ഇയാളുടെ ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാരൻ നോവൽ സിനിമയായതാണ്. ജ്യോതിഷ് ശങ്കർ ആണ് അതിന്റെ സംവിധായകൻ. ആ സിനിമ അല്ല, അതിനു മുമ്പ് നോവലിൽ ഒരു ഭാഗമുണ്ട്. അതായത് 2006 തെരഞ്ഞെടുപ്പിൽ സഖാവ് VS അച്യുതാനന്ദന് സെക്രട്ടേറിയറ്റ് സീറ്റ് നിഷേധിക്കുമ്പോൾ കൊല്ലത്ത് കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു തെരുവ് നാടകം കളിച്ചു. ആ തെരുവ് നാടകത്തെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകനായ ടെറർ ബ്രൂണോ, ഈ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന നായികയുടെ ആംഗള ചെല്ലുന്നതാണ് ഈ നോവലിലുള്ളത്. പക്ഷെ അത് സിനിമയിൽ വന്നപ്പോഴേക്കും ആ രംഗം ഒഴിവായി. അപ്പൊ സിനിമയിൽ VS-നെ ഒഴിവാക്കുന്നത് പോലെ നിയമസഭയിൽ നിങ്ങൾ VS-നെ ഒഴിവാക്കുകയാണ് സാർ. സാർ, ഇവിടെ 1000 രൂപയാണ് ഉമ്മൻചാണ്ടി കൊടുത്തെന്ന് പറയുമ്പോൾ 2007 VS അച്യുതാനന്ദൻ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി, അന്ന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, ആ ഗവൺമെന്റിന്റെ കാലത്ത് എത്ര രൂപയായിരുന്നു കൊടുത്തത് സാർ? ഞാൻ പറയുന്നില്ല. 2007 മുതൽ 2011 വരെ ആശാ വർക്കർമാർക്ക് ആ ഗവൺമെന്റ് എത്രയാണ് കൊടുത്തത്? പെൻഷന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ 60 ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് ഇപ്പൊ പറയുന്നു സാർ. ഇവിടെ VS-ന്റെ ഗവൺമെന്റ് കാലത്ത് 11 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്ത്, നമ്മുടെ ഗവൺമെന്റ് പോകുമ്പോൾ 34 ലക്ഷം പേരായി. നിങ്ങളത് 60 ലക്ഷമാക്കി. അപ്പൊ VS-ന്റെ 11 മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ 60 ആക്കിയെന്ന് പറയരുത്. 11-നെ 34 ആക്കി, 34 നിങ്ങൾ 60 ആക്കി. സാർ, ഒരു കാര്യമുണ്ട് ധനകാര്യമന്ത്രിയോട്, അങ്ങ് പറയുന്നുണ്ട്, പോസിറ്റീവായിട്ട് പറയാണ്, ഈ 10ാം ധനകാര്യ കമ്മീഷന്റെ മാതൃക ആവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് സാർ, ഞാൻ പറയാം, പോസിറ്റീവായിട്ട് പറയാണ്, 10ാം കമ്മീഷനിൽ നമുക്ക് 29.5 ആയിരുന്നു ഡെവല്യൂഷൻ. അതിന്റെ 3.57 നമുക്ക് കിട്ടിയപ്പോ അത് ഏതാണ്ട് 6000 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് 15ാം കമ്മീഷനിൽ 90,000 കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10ാം കമ്മീഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും 6000 കോടിയിലേക്ക് പോകുന്നൊരു സംശയം വരും. അതല്ല, 10ാം കമ്മീഷനിൽ കിട്ടിയ ആ 3.57 ഇപ്പോഴത്തെ ഡെവല്യൂഷൻ ആയിട്ടുള്ള 41-ൽ കിട്ടണം.
അപ്പോൾ മാത്രമാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടുന്നത്. ഇപ്പോഴത്തെ 41-ൽ ഈ അന്നത്തെ 3.57 കിട്ടണം, അല്ലെങ്കിൽ അന്നത്തെ 29.5-ലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ഉറച്ച് നമ്മുടെ അവകാശത്തിന് വേണ്ടി പൊരുതണം. അക്കാര്യത്തിൽ അങ്ങ് എന്ത് നടപടി സ്വീകരിച്ചാലും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. ഈ കോടതിയിൽ നിന്നും കൂടുതൽ ഫീസ് വാങ്ങുന്ന ആ ഒരു തീരുമാനം ഈ രണ്ടാം വകുപ്പിൽ ധനകാര്യ ബില്ലിന്റെ രണ്ടാം വകുപ്പിലുണ്ട്. ഇപ്പൊ തന്നെ പിരിച്ച ഏതാണ്ട് 100 കോടി രൂപ ഈ നിയമസഹായ നിധിയിലേക്ക് അടച്ചിട്ടില്ല. അപ്പൊ വീണ്ടും ആളുകൾക്ക് ഈ നിയമസഹായ നിധിയൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. വീണ്ടും ഇങ്ങനെ കോടതി ഫീസ് അധികമായി പിരിക്കുന്നത് പിന്നെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.